അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റ് മീൻസ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഹൈദരാബാദി ബിരിയാണിൻ്റെ റെസിപ്പി നോക്കാം. ഈദിനും അതുപോലെ ഇഫ്താറിനും അതുപോലെ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിലൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ഇത് എത്ര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അത്ര എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. ഞാനിവിടെ 1 കിലോ ചിക്കനും 1 കിലോ റൈസുമാണ് എടുത്ത് കാണിക്കുന്നത്. ഇത് ഒരു 6 പേർക്ക് നല്ലപോലെ കഴിക്കാനുണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു 8 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഷാജീരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഷാജീര അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്താണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഇതിലോട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. നല്ല കട്ട തൈര്, അധികം പുളി ഇല്ലാത്ത കട്ട തൈര് ഒരു 3/4 കപ്പോളം എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഗീയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ഞാൻ എടുത്തിട്ടുള്ളത് 6 kg നെയ്യാണ്. പിന്നെ ഇതിലോട്ട് നമുക്കൊരു കൈപ്പിടി നിറയെ മല്ലിയിലയും അതിൻ്റെ പകുതി അളവിൽ പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്രിസ്പി ഫ്രൈഡ് ഓണിയൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ ഉള്ളി എടുത്ത് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് നമുക്കൊരു കുറച്ച് ക്രിസ്പി ആയിട്ട് ആണ് കേട്ടോ വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇത് ഒരുപാട് സമയം നമുക്ക് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ഉള്ളിയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഓണിയനാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഉള്ളിയും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളി പൊരിച്ചെടുക്കാനുള്ള ഒരു പണി മാത്രമേ ഇതിലുള്ളൂ. ബാക്കിയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് കേട്ടോ അത് ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ ഇത് നല്ല പോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ കൈ വെച്ച് തന്നെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇത് ഒരു ഓവർനൈറ്റ് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മിനിമം ഇങ്ങനെ മസാല പുരട്ടി വെക്കാം കേട്ടോ. ഒരു 2 hours കഴിഞ്ഞ് ഞാനിത് എടുത്തിട്ടുണ്ട്. ഇതാ മസാലയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിലായിരുന്നു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കുക്കർ അല്ലെങ്കിൽ ഏതൊരു പാത്രത്തിലും വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഓയിൽ യൂസ് ചെയ്യാതെയും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കണമെന്നില്ല. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ കേട്ടോ. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കിലോ അരി ഒന്ന് അരമണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരി എങ്ങനെ കുക്ക് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 2 ഇരട്ടി വെള്ളം വെക്കുക കേട്ടോ. നമ്മൾ അരി എത്രയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളമായിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് അതിലോട്ട് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക പിന്നെ ബേ ലീവ് എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഒരു കടൽ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരണം കേട്ടോ. ആ ഒരു തരത്തിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നല്ല പോലെ ഇത് തിളച്ച് വന്നാൽ നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള അരി ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് അടച്ചു വെച്ച് വേവിക്കരുത്. അടച്ചു വെച്ച് വേവിക്കുകയല്ല വേണ്ടത്, ഇത് ഓപ്പണാക്കി തന്നെ വേവിക്കണം. കാരണം ഇത് വെള്ളം വറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിത് ഊറ്റിയെടുക്കുന്ന രീതിയിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇടയ്ക്ക് വെള്ളം വറ്റിപ്പോകാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അരി ഇടയ്ക്ക് കുക്കായിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഓരോ അരിക്കും ഓരോ വേവായിരിക്കും. ഒരു 90% ഇത് വെന്ത് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം.
ചിക്കൻ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചിക്കനായിരുന്നു അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ചിക്കനിൽ നിന്നും 1/3 ഭാഗം മാത്രം ആ ഒരു കുക്കറിൽ തന്നെ വെച്ചിട്ട് ബാക്കി ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ദമ്മിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ദമ്മിടുന്നത് നോക്കാം. നമ്മൾ എത്ര ലെയറാണോ ദമ്മിടാനായിട്ട് ചെയ്യുന്നത്, അപ്പോൾ ആ അത്രയും ലെയർ നമുക്ക് ചിക്കൻ മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 1/3 ഭാഗം അവിടെ വെച്ചിട്ട് ബാക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ചിക്കനിലോട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതാണേ. ഈ ഒരു ചിക്കൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് മല്ലിയില, പുതിനയില, പിന്നെ സാഫ്രോൺ മിൽക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. സാഫ്രോൺ മിൽക്ക് ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയ പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയനും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം RKGയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. 2 കോരി ചോറ് ചേർത്തിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കനിലെ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയും കൂടെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു ചിക്കൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും. അതുപോലെ ഈ ഒരു ഗ്രേവിക്കൊക്കെ ഭയങ്കരമായിട്ട് ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ബിരിയാണി മസാല നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അതാ നമ്മൾ വീണ്ടും ആ ഒരു ചിക്കൻ്റെ മുകളിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നെയ്യും അതുപോലെ മല്ലിയില, പുതിനയില, സാഫ്രോൺ മിൽക്ക്, ഫ്രൈഡ് ഓണിയൻ എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ലെയർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു കുക്കറിൽ 2 ലെയറായിട്ടാണ് ദം ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കി റൈസും ചിക്കനും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് അതിലാണ് ദം ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ഒരു കുക്കറിൽ നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അത്രയും ചെയ്തെടുത്താൽ മതി. കാരണം നമ്മുടെ റൈസും അതുപോലെ ചിക്കനൊക്കെ നല്ല ചൂടുള്ളതാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കിയുള്ള ചോറും ചിക്കനും ഞാൻ ഇതാ ഈ ഒരു പാത്രത്തിൽ ദം ചെയ്തെടുക്കുവാണ്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇത് ഓപ്പൺ ആക്കാൻ കേട്ടോ. മിനിമം അരമണിക്കൂർ, 1 മണിക്കൂറാണെങ്കിൽ അത്രയും ദമ്മായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കറക്റ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതൊന്ന് റൈസൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്നുകിൽ മുഴുവനായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം, ഇല്ലാതെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തും സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്തോളി, കണ്ണടച്ച് തന്നെ ട്രൈ ചെയ്തോളി കേട്ടോ. അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സേവ് ചെയ്ത് വെച്ചോളി. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ് ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.